Hello everyone, welcome to Competitive Cracker. അപ്പോൾ നമ്മുടെ LBS Center for Science and Technology നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീസ് 3/2/2025 ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആർക്കെങ്കിലും ആൻസേഴ്സ് ചാലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചാലഞ്ച് ചെയ്യുന്നതിന് വളരെയധികം ദിവസങ്ങളൊന്നും LBS നമുക്ക് തന്നിട്ടില്ല. 5 ദിവസങ്ങളിലാണ് ഈ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് തൊട്ടടുത്ത 5 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആൻസർ കീ ചാലഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ LBS Center for Science and ടെക്നോളജിയിലെ വെബ്സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കീസ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓരോ സബ്ജക്റ്റിനും A കോഡിനും B കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കീസ് നമ്മുടെ LBS പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ആൻസർ കീസ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ടച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ആൻസർ കീസ് ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ ചാലഞ്ച് ചെയ്യാനുള്ളത്, ചാലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എക്സാം എഴുതുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ചിലപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കാണും. പക്ഷേ LBS പബ്ലിഷ് ചെയ്തേക്കുന്ന ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇപ്പോൾ A ആണ് കറക്റ്റ് വരേണ്ടത്, പക്ഷേ LBS കൊടുത്തിരിക്കുന്ന ആൻസർ കീ D ആണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അത് ചാലഞ്ച് ചെയ്യാം. നമുക്ക് നിങ്ങൾ തന്നിരിക്കുന്ന ആൻസർ തെറ്റാണ്, ഇതല്ല ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചാലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു എക്സ്ട്രാ വർക്ക് എന്ന് പറയുന്നത് അതിനൊരു പ്രൂഫ് നമ്മൾ ഹാജരാക്കണം. പ്രൂഫ് ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കേസുകളിൽ LBSൻ്റെ തന്നെ എക്സാമിൽ അവർ A കോഡ് കൊടുത്തേക്കും, അല്ലെങ്കിൽ അത് കറക്റ്റ് ആൻസർ അല്ല ഇപ്പോഴത്തെ വർഷത്തിലുള്ള അവരുടെ ആൻസർ കീയിൽ വന്നിരിക്കുന്നത്. എങ്കിൽ നമുക്ക് LBSൻ്റെ ആ ഒരു സൈറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ കാണിക്കാം. നിങ്ങൾ ഇന്ന വർഷം ഇന്ന ക്വസ്റ്റ്യനിൽ ഇതാണ് കീ കൊടുത്തിരുന്നത്, പക്ഷേ ഇപ്പം ഇതാണ് പറയുന്നത്, സോ അത് റെക്ടിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് കൊടുക്കാം. അല്ല, ചില ക്വസ്റ്റ്യൻസ് തെറ്റായിട്ട് വരികയാണ്, അതിൻ്റെ ഓപ്ഷൻ തെറ്റായിട്ട് വന്നെങ്കിൽ അത് നമുക്ക് ചാലഞ്ചിന് പോകാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരിക, ഇപ്പം A ആണ് ആൻസറായിട്ട് LBS കൊടുത്തേക്കുന്നത്, പക്ഷേ Aയും Cയും കറക്റ്റ് ആൻസേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ Aയും Cയും എഴുതി എല്ലാവർക്കും മാർക്ക് കൊടുക്കുന്ന രീതിയിൽ പോവാം. പിന്നെ ചില ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സേ കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 120 190 ഇത്ര അങ്ങനെയുള്ളതായിരിക്കും നമുക്ക് കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ചിലർക്ക് ചിലപ്പോൾ വളരെ ലോ മാർജിനിലൊക്കെ സെറ്റ് കിട്ടാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരും കൂടെ എന്ത് ചെയ്യും, സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പ്രാപ്തരാകും. സോ നമ്മൾ വേറൊരാളെ ആൻസർ കീ ചാലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് പ്രൂഫ് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ കീ ചാലഞ്ചിന് പോകണം. വലിയ മാർക്കുള്ളവർ, ഇപ്പം എന്താണ് പറയുന്നത്, നമുക്ക് 116 മാർക്ക് എഗ്രിഗേറ്റ് വേണ്ടടുത്ത് 150 മാർക്ക് ഉണ്ടെങ്കിൽ അവർ ചാലഞ്ച് ചെയ്യണ്ട. പക്ഷെ അല്ലാതെ ഈ കുഞ്ഞു മാർക്കിലൊക്കെ സെറ്റ് പോകും എന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, അവർ ചാലഞ്ച് ചെയ്താൽ ചിലപ്പം പലപ്പോഴും നിങ്ങൾ രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആൻസർ കീ ചാലഞ്ച് ചെയ്യാനായിട്ട് വേറൊരാളെ കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് ആൻസറിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആൻസർ കീ ചാലഞ്ച് ചെയ്യുക തന്നെ വേണം. ഒരു ക്വസ്റ്റ്യൻ ഇതിനിങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യുമ്പോഴത്തേന് LBS നമുക്കൊരു ഫീ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 300 രൂപയുടെ ഒരു DD നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട. കാര്യം 300 രൂപ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ LBS ഇത് റെക്ടിഫൈ ചെയ്ത് ആൻസറായിട്ട് വരുത്തുകയാണെങ്കിൽ നമ്മൾ ചാലഞ്ച് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു DD ആദ്യം എടുക്കുക. DD എന്ന് പറയുന്നത് 300 രൂപയുടെ DD ആണ് എടുക്കേണ്ടത്. അതെന്ന് പറയുന്നത് ആർക്കാണ്, ഒരു നാഷണലൈസ്ഡ് ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ഡ്രോൺ ചെയ്തൊരു DD നമ്മൾ എടുക്കണം. ആ DD അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡയറക്ടർ LBS Center for Science and Technology, പേയബിൾ അറ്റ് ട്രിവാൻഡ്രം. ആ രീതിയിൽ നമ്മളൊരു DD എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ സൈറ്റിൽ പോയിട്ട് നമ്മളുടെ ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഫോമാറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ പേപ്പർ 1-ലാണോ പേപ്പർ 2-ലാണോ ചാലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്, ആ പേപ്പറിൻ്റെ നമ്പർ ഇടുക. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 21 ആണെങ്കിൽ 21 എന്ന് പറഞ്ഞ നമ്പർ ഇടുക. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ എഴുതുക. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ബുക്ക്ലെറ്റ് നമ്പർ ഉണ്ട്, ആ ബുക്ക്ലെറ്റ് നമ്പർ ഇവിടെ എഴുതുക. പിന്നെ A ആണോ B ആണോ നിങ്ങളുടെ വേർഷൻ, ആ പർട്ടിക്കുലർ വേർഷൻ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെയാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ 21
21 ആണെങ്കിൽ 21. ഇവിടെ പേപ്പർ 1 ആണോ പേപ്പർ 2 ആണോ എന്നുള്ളത്. ഇപ്പം ജനറൽ പേപ്പർ ആണെങ്കിൽ പേപ്പർ 1, അല്ല നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ ആണെങ്കിൽ പേപ്പർ 2. ഇനി LBS പബ്ലിഷ് ചെയ്ത് ഇപ്പോൾ C ആണ് ആൻസർ പബ്ലിഷ് ചെയ്തത്, നമ്മൾ പറയുന്നു അല്ല C അല്ല, നമ്മൾ ചാലഞ്ച് ചെയ്യാണ് A ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് നമ്മളത് ചാലഞ്ച് ചെയ്യുന്നത്? അപ്പം നമുക്ക് പറയാം ഇന്ന റീസൺസ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, ഇതല്ല, അതിന് പ്രൂഫായിട്ട് ഞാൻ ഇന്ന ടെക്സ്റ്റ് റെഫറൻസ് കാണിക്കുകയാണ്. അപ്പോൾ ആ റെഫറൻസിൻ്റെ പേജും ആ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ട് പേജും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ മതിയാവും. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ എഴുതാവുന്നതാണ്. മനസ്സിലാവുന്നു? ഇനി നമ്മൾ ടോട്ടൽ ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ചാലഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ 5 വരും. ഇവിടെ DDയുടെ നമ്പറും ഡേറ്റും, നമ്മൾ DD എടുത്ത നമ്പറും ഡേറ്റും DDയുടെ എമൗണ്ടും ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ചാലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് LBS നമ്മുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യും. ആ റീഫണ്ട് ചെയ്യാനായിട്ട് നമ്മൾ റീഫണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, നമ്മളുടെ റോൾ നമ്പർ സ്പെസിഫൈ ചെയ്യണം, നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള നെയിമും അഡ്രസ്സും ഇവിടെ സ്പെസിഫൈ ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എഴുതേണ്ടതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെയാണ്, ബാങ്ക് ഏതാണ്, അത് ഏത് ബ്രാഞ്ചിലാണ്, IFSC കോഡ്, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും ഡേറ്റും ഇടുക. ഇത്രയുമാണ് നമ്മളുടെ പർട്ടിക്കുലർ ഫോമാറ്റ് എന്ന് അവർ പറയുന്നത്. ഈ ഫോമാറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എൻവലപ്പില്ലേ, ആ എൻവലപ്പിൽ നിങ്ങൾ അതിനെ സൂപ്പർസ്ക്രൈബ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ജനുവരി 2025 കംപ്ലൈൻസ് റിഗാർഡിംഗ് ആൻസർ കീസ് എന്ന് പറഞ്ഞ് സൂപ്പർസ്ക്രൈബ് ചെയ്യണം. മനസ്സിലാവുന്നു? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചേർത്ത് നമ്മളുടെ DDയും എല്ലാമായിട്ട് നമ്മൾ ആർക്ക് സെൻഡ് ചെയ്യണം? നമ്മളുടെ സെൻഡ് ചെയ്യേണ്ട അഡ്രസ്സ് എങ്ങനെയാണ്? ഡയറക്ടർ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, പാളയം, തിരുവനന്തപുരം എന്ന് പറയുന്ന അഡ്രസ്സിൽ നമ്മൾ എൻവലപ്പും നമ്മളുടെ DDയും അതുപോലെ തന്നെ നമ്മളുടെ പ്രൂഫും എല്ലാം ചേർത്ത് ഈ ഒരു അഡ്രസ്സിലോട്ട് നമ്മൾ അതിനെ സൂപ്പർസ്ക്രൈബ് ചെയ്ത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്താൽ നമുക്ക് നമ്മളുടെ ആൻസർ കീ ചാലഞ്ച് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ആ എമൗണ്ട് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിലിലും ഈ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ddcc.lbs@kerala.gov.in എന്ന് പറയുന്ന ഇമെയിലിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് ലോഗിൻ ചെയ്യാം. പക്ഷേ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ ഫോമാറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റ് ആൻസറിൻ്റെ പ്രൂഫും എല്ലാം നിങ്ങൾ പോസ്റ്റിൽ വഴി അപ്പോഴും അയക്കണം. സോ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ പോസ്റ്റിൽ വഴി തന്നെ അയക്കുന്നതാണ് നല്ലത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നമ്മളുടെ ഈ ഒരു ആൻസർ കീ ചാലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇതേപോലെ കുറച്ച് മാർക്കിൻ്റെ ഡിഫറൻസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഫ്രണ്ട്സ് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതും ബെറ്റർ ആയിരിക്കും. സോ മാക്സിമം ആരെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കാതെ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ, ഇപ്പോൾ ജനറൽ പേപ്പറിനോ അഗ്രിഗേറ്റ് കിട്ടാത്തവരാണെങ്കിൽ ജനറൽ പേപ്പറും നമ്മുടെ സബ്ജക്ട് പേപ്പറും ഒരുപോലെ ചാലഞ്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്യുക. കാര്യം ചെറിയൊരു മാർക്കിന് നിങ്ങൾക്ക് സെറ്റ് പോയാൽ വളരെയധികം വിഷമം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആൻസർ കീ ചാലഞ്ചിനെ പറ്റി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒട്ടും തന്നെ സമയം കളയേണ്ട, പ്രൂഫ് നിങ്ങൾ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളാണ് പ്രൂഫായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ LBSൻ്റെ തന്നെ പഴയ ആൻസർ കീസ് അവർ പറഞ്ഞിരിക്കുന്നത് റോങ് ആൻസർ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് കൊടുക്കാവുന്നതാണ്. സോ ഒട്ടും തന്നെ സമയം കളയേണ്ട, എല്ലാവരും ആൻസേഴ്സൊക്കെ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചലഞ്ച് ചെയ്തോളൂ. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂടുതൽ സെറ്റിനെ പറ്റിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക. താങ്ക്